തുടരുന്നുണ്ട്. സായി, കഴിഞ്ഞ 5 വർഷം സായി പറഞ്ഞതുപോലെ 5ഉം 10ഉം ദിവസമല്ല, 5 വർഷം അവരനുഭവിച്ചിരിക്കുന്ന വേദന. എന്നിട്ട് ദാ ഇപ്പോൾ നാട്ടുകാരനായ തോബിയാസ് പറയുകയാണ്, ഡോക്ടർമാരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ഒതുക്കി തീർക്കാമെന്നാണ് പറഞ്ഞത്. തീർച്ചയായും അതോ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ നടന്നിട്ടുള്ളത്. 2021 മെയ്യിലാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഈ ഉഷയ്ക്ക് ഗർഭപാത്രത്തിൽ മുഴ എന്ന അസുഖത്തിന് വേണ്ടി ഈ ചികിത്സ നടക്കുന്നത്. ആ സമയത്തെ ശസ്ത്രക്രിയയിലാണ് ഈ കത്രിക അവിടെ കുടുങ്ങിയത്. പിന്നീട് പല തവണ ഈ കരച്ചിലായ വയറുവേദന കാരണം ഇവർ ആശുപത്രിയിലേക്ക് പോകുന്നുണ്ട്, എക്സ്റേ എടുക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണ് എന്ന് ആശുപത്രി അധികൃതർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഏറ്റവും ഒടുവിൽ MRI സ്കാനിംഗ് നടത്തിയപ്പോഴാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന രീതിയിൽ ആ കത്രിക വളരെ കൃത്യമായി തെളിഞ്ഞു വരുന്നത്. ഇപ്പോൾ തിങ്കളാഴ്ച വന്നാൽ ആ കത്രിക എടുത്തു തരാം എന്നാണ് ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ആ വീട്ടമ്മ നേരത്തെ സംസാരിച്ച പഞ്ചായത്ത് അംഗവും ബന്ധുവും പറഞ്ഞതുപോലെ അവർക്ക് തിരികെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ വീണ്ടും ഈ ശസ്ത്രക്രിയയ്ക്ക് പോകാൻ ഭയമാണ് എന്നാണ് അവർ പറഞ്ഞത്. വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നു. നാട്ടുകാരടക്കം നിരവധി പേർ ഇപ്പോൾ ആ വീടിന് മുന്നിൽ പ്രതിഷേധവുമായുണ്ട്. ആരോഗ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഈ പ്രതിഷേധം അറിയിക്കാൻ അവർ തയ്യാറെടുക്കുകയാണ്. ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകും. ലളിതാംബിക ശസ്ത്രക്രിയ നടത്തിയത് ലളിതാംബിക എന്ന ഡോക്ടർ എന്നാണ് ഇപ്പോൾ ആ പഞ്ചായത്ത് അംഗം പറഞ്ഞത്. ആശുപത്രിയിൽ അറിയിച്ചപ്പോൾ അത് ഒതുക്കി തീർക്കാനുള്ള ശ്രമം പോലും ഉണ്ടായി എന്നുള്ള ഗുരുതരമായിട്ടുള്ള കാര്യമുണ്ട്. നമുക്കറിയാമല്ലോ മാധു, ഹർഷിന എന്ന് പറയുന്ന യുവതി സമാനമായ പ്രശ്നം കാരണം നിയമസഭയ്ക്ക് മുന്നിൽ പോലും സമരവുമായി എത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അന്നും ഇതുപോലെ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവാണ്, അന്ന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് തെളിഞ്ഞതാണ്. സമാനമായ രീതിയിൽ 5 വർഷം ഒരു കത്രികയുമായി വേദന തിന്നുകൊണ്ട് ഒരു സ്ത്രീക്ക് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ എന്ന് പറയുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. അത് പ്രതിഷേധാർഹമാണ്. ഇത്ര വലിയ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും അത് കണ്ടുപിടിച്ച് അത് റിമൂവ് ചെയ്യാതെ അവരെ അതിൽ നിന്ന്